ഇപ്പോൾ കാണിക്കുന്നത് രാജാറാമിന്റെ അടുത്തേക്ക് രവിചന്ദ്ര വർമ്മൻ എത്തുകയാണ്. രവി ചോദിക്കുകയാണ്, രാജാറാം ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്നാപ്പ് നടന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ GD എന്നെ ഫോൺ ചെയ്തിരുന്നു. നിനക്ക് കോൾ വന്ന സമയം നോക്കി എത്ര ദൂരം അവർ പോയിട്ടുണ്ടാകുമെന്ന് കണക്ക് കൂട്ടുകയായിരുന്നു ഞാൻ. നമുക്കുടൻ തന്നെ അവരുടെ ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്. ചോദിക്കുകയാണ്, വാട്ട് അബൌട്ട് ദി ഫോൺ സിഗ്നൽ? നിനക്ക് ഫോൺ വന്നിട്ട് ഏകദേശം 5 മിനിറ്റുകൾക്ക് ശേഷം GDയുടെ ഫോൺ ഓഫ് ആയിട്ടുണ്ട്. ലൊക്കേഷൻ നമുക്ക് കിട്ടാതിരിക്കാനുള്ള അവന്റെ പ്ലാനാണത്. രവി പറയുകയാണ്, എനിക്ക് എവിടെ വെച്ചാണ് അവൻ ഫോൺ ചെയ്തത് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ലൊക്കേഷനിലുള്ള എല്ലാ കോൾ ലിസ്റ്റും പിന്നെ CCTV ഫുട്ടേജും ഒക്കെ നമുക്ക് നോക്കാം. ഞാൻ കമ്മീഷണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ ഫോളോ അപ്പ് ചെയ്ത് കണ്ടുപിടിക്കണം. കാര്യങ്ങൾ പരമാവധി വേഗത്തിൽ ആയിരിക്കണം. അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കുകയാണ് രവി. ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല. ഷുവർ, പക്ഷേ എവിടെ നിന്നാണ് അവൻ കിഡ്നാപ്പ് നടത്തിയത് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവുമായിരുന്നു. അന്നേരം അവിടേക്ക് ഓടിയെത്തുകയാണ് രാജ്മോഹൻ. രാജ്മോഹൻ പറയുകയാണ്, ഞാൻ ശ്രീലക്ഷ്മി മാഡത്തിനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്ന വഴി കുറച്ചാളുകൾ ഞങ്ങളെ ആക്രമിച്ചു. എന്നെ തലക്കിടിച്ച് വീഴ്ത്തിയ ശേഷം അവർ ശ്രീലക്ഷ്മി മാഡത്തിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി. പിന്നീട് കാണിക്കുന്നത് ജോത്സ്യന്റെ അടുത്തിരിക്കുന്ന പപ്പിയെയും സരോജത്തെയുമാണ്. ജോത്സ്യൻ പറയുകയാണ്, ഈ ജാതകം എനിക്ക് കാണാപ്പാടമാണ്. തിരുവാതിര നക്ഷത്രം രാജനന്ദിനി വിലാസത്തിലെ ഗായത്രി അമ്മയുടെ മകന്റെ ജാതകവും നിങ്ങളുടെ മകളുടെ ജാതകവും തമ്മിൽ 10-ൽ 10 പൊരുത്തം ഉണ്ട്. എങ്കിലും ജനന സമയം മൂലം ഗുണദോഷ സമ്മിശ്ര കാലമാണ് ഇപ്പോൾ. ഗുണവും ദോഷവും ഒരുപോലെ വന്നു ഭവിക്കും എന്നർത്ഥം. നല്ല ജ്യോത്സ്യരെ ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടെങ്കിൽ അതിന് തൊട്ടു മുൻപേ ദോഷങ്ങൾ കാണിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ് സരോജം. ഈ ജാതക പ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റങ്ങളാണ് ജാതകിയുടെ ജീവിതത്തിൽ സമയദോഷങ്ങൾ ഉണ്ടാക്കുന്നത്. എത്ര നല്ല ജാതകമാണെങ്കിലും ഗ്രഹനില ശരിയല്ല എന്നുണ്ടെങ്കിൽ ആപത്തുകൾ ഉണ്ടാകും. ജാതക ചേർച്ചയുള്ള കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ അപകടങ്ങൾ ഉണ്ടാകുന്നതും 2-ൽ 1 മരണപ്പെടുന്നതും അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഞങ്ങൾ പത്രങ്ങളിൽ വായിക്കാറില്ലേ? അത് ജനന സമയത്ത് അധിഷ്ഠിതമായിരിക്കുന്ന ഒന്നാണ്. ശ്രീലക്ഷ്മി എന്ന നിങ്ങളുടെ മകൾ ജനിച്ച തീയതിയും സമയവും അനുസരിച്ച് ഇപ്പോൾ കണ്ടകശനിയുടെ കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ കാലഘട്ടത്തിൽ അത്യാപത്തുകൾ ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മകൾ ധനസമ്പന്നതി കൊണ്ടും ഭാഗ്യസമ്പന്നതി കൊണ്ടും ഉയരങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കാലഘട്ടം അത്ര എളുപ്പത്തിൽ കഴിഞ്ഞു പോകുന്ന ഒന്നല്ല. ജീവഹാനികരെ സംഭവിക്കും. അത് കേട്ടൊന്ന് പരിഭ്രമിക്കുകയാണ് സരോജവും പപ്പിയും. ഞാൻ ഈ പറയുന്നത് ജാതകത്തിന്റെ മാത്രം കാര്യമല്ല, വിവാഹം കഴിയാൻ പോകുന്ന ആളുടെ ജാതകത്തിലും ഗ്രഹങ്ങളുടെയും അനിഷ്ടതകളൊക്കെ കാണുന്നുണ്ട്. അതായത് ഗായത്രി അമ്മയുടെ മകനും ഈ സമയത്ത് ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നതായിട്ടുണ്ട്. നിങ്ങൾ സംശയിച്ചതുപോലെ അഗ്നിബാധയും രക്തത്തിന്റെ സൂചനയും അതിന്റെയൊക്കെ മുന്നറിയിപ്പുകളാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മകൾക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ കാലമാണ്. കോളിളക്കം സൃഷ്ടിക്കുന്ന സമയം. ചുറ്റും കാണുന്നത് പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കേണ്ട സമയം. പ്രസ്തുത സന്ദർഭങ്ങളിൽ അതിസൂക്ഷ്മ നിരീക്ഷണവും ജാഗ്രതയും ആവശ്യമായി വരും. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നാണല്ലോ. അപ്രതീക്ഷിത അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നതിൽ അപാകതകൾ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനും അതിജീവിക്കാനും കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടെല്ലാം ശുഭകരമായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് സൂര്യാസ്തമനം വരെ വളരെയധികം സൂക്ഷിക്കണം. മകയിരം, അവിട്ടം, തിരുവാതിര, പൂയം നക്ഷത്രക്കാർ ഗ്രഹണത്തിൽ പങ്കാളികളാവുന്ന നക്ഷത്രങ്ങളുടെ വേദനക്ഷത്രങ്ങളുള്ളവരും ഗ്രഹണത്തിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ഇടയുള്ളവരും ആണ്. സൂര്യാസ്തമനത്തിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുകയും സൂര്യാസ്തമനത്തിന് മുൻപ് മരണത്തിലേക്ക് വരെ പോകാൻ സാധ്യത ഉള്ളവരും ആണ്. ഇന്ന് ഗ്രഹണമാണ്. ചില നക്ഷത്രക്കാരുടെ ഗ്രഹനിലയിൽ മാറ്റം വരുന്ന ദിവസം. തിരുവാതിര നക്ഷത്രത്തിലും മാറ്റം സംഭവിക്കും. അമ്പല ദർശനം വളരെ ഫലപ്രദമായിരിക്കും. ഒരു പരിധിവരെ പ്രാർത്ഥന കൊണ്ട് എല്ലാ ആപത്തിനും തടയിടാൻ കഴിഞ്ഞു എന്ന് വരും. ആകെ പരിഭ്രമിച്ച് ഇതിനൊരു പരിഹാരമില്ലേ ജ്യോത്സ്യരെ എന്ന് ചോദിക്കുകയാണ് സരോജം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയാണ് ആകെയുള്ള ഒരു പോംവഴി. തിരുവാതിര നക്ഷത്രത്തിൽ 4ാമത്തെ പാദത്തിൽ ജനിച്ച പെൺകുട്ടിയായതിനാൽ ഇപ്പോഴത്തെ ഈ സമയം വളരെ നിർണായകമാണ്. നിങ്ങളുടെ കരുതലും പ്രാർത്ഥനയും ശക്തിയുള്ളതാണെങ്കിൽ ഒരു പരിധിവരെ ആപത്തുകൾ ഒഴിഞ്ഞു നിൽക്കും. അതിൽ കുറവുകൾ വന്നാൽ ആപത്തുകൾ വിളിച്ചു വരുത്തുന്നതിന് സമം. ദുർമരണം വരെ സംഭവിക്കാം. പിന്നീട് കാണിക്കുന്നത് കെട്ടിയിട്ടിരിക്കുന്ന ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി കരുതുകയാണ്, ഇതെന്തോ വലിയ പ്രശ്നമാണ്. എനിക്ക് വേണ്ടി രവി സാറിനെ കൊണ്ട് എന്തോ കാര്യമായി ചെയ്യിക്കാനുള്ള പ്ലാൻ. ഞാൻ കാരണം സാർ ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ വന്ന് വീഴരുത്. അതിന് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്താലേ പറ്റൂ. ദൈവമേ, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്രീലക്ഷ്മി. അതിനുശേഷം ശ്രീലക്ഷ്മി തന്നെ കൊണ്ടുവന്ന ഒരു ലേഡിയോട് പറയുകയാണ്, അതെ, എനിക്ക് വലുതായിട്ട് ദാഹിക്കുന്നു, കുടിക്കാൻ കുറച്ച് വെള്ളം വേണം.
അന്നേരം അവർ പറയുകയാണ്, അതെ, നിനക്ക് സേവ ചെയ്യാനല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഇരുന്നോണം അവിടെ. ശ്രീലക്ഷ്മി പറയുകയാണ്, പ്ലീസ്, എനിക്ക് തല കറങ്ങുന്നുണ്ട്. കുറച്ച് വെള്ളം മതി, എന്റെ തൊണ്ട ഒന്ന് നനയ്ക്കാൻ വേണ്ടി മാത്രം. പ്ലീസ് എന്ന് പറയുമ്പോൾ അവർ ദേഷ്യപ്പെടുകയാണ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? വീണ്ടും ശ്രീലക്ഷ്മി പറയാണ്, പ്ലീസ് ചേച്ചി, പ്ലീസ്, കുറച്ച് വെള്ളം മതി. വീണ്ടും ദേഷ്യപ്പെട്ടവർ പറയുകയാണ്, ഇത് വലിയ തലവേദനയായല്ലോ, മതി കെഞ്ചിയത്, ഞാൻ എടുത്തുകൊണ്ടുവരാം. അവളുടെ ഒരു വെള്ളം കുടിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ ഇരുന്ന ബോട്ടിലെടുത്ത് ശ്രീലക്ഷ്മിക്ക് നീട്ടുകയാണ്. പക്ഷെ ശ്രീലക്ഷ്മി കെട്ടിയിട്ടിരിക്കുന്ന കൈകളിലേക്ക് നോക്കിയാണ്. അന്നേരം അവർ ശ്രീലക്ഷ്മിയുടെ കൈയിലെ കെട്ടുകൾ അഴിക്കുകയാണ്. വെള്ളം കുടിച്ച ശേഷം ശ്രീലക്ഷ്മി മറ്റേ കൈയിലെ കെട്ട് സ്വയം അഴിക്കുകയാണ്. അതിനുശേഷം അവരെ തള്ളിയിട്ട ശേഷം ശ്രീലക്ഷ്മി ഓടുകയാണ്. പക്ഷേ ശ്രീലക്ഷ്മി ചെന്നെത്തുന്നത് ആ മറ്റേ ബ്യൂട്ടീഷ്യൻസിന്റെ അടുക്കലാണ്. അവരെയും തള്ളിയിട്ട ശേഷം ശ്രീലക്ഷ്മി ഓടാൻ ശ്രമിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജാറാമിന്റെയും രവിചന്ദ്രവർമ്മന്റെയും അടുത്ത് ഹോസ്പിറ്റലിൽ പോയി തിരികെ എത്തുന്ന രാജ്മോഹനെയാണ്. രാജാറാം ചോദിക്കാൻ, ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മുറിവിൽ സ്റ്റിച്ച് ഉണ്ട്. രാജാറാം പറയുകയാണ്, 8075288485. ആരുടെ നമ്പറാണെന്ന് ചോദിക്കുമ്പോൾ രാജാറാം പറയുകയാണ്, അത് എന്റെ നമ്പറാണ്. വീണ്ടും വേറൊരു നമ്പർ പറഞ്ഞ ശേഷം രാജാറാം ചോദിക്കുകയാണ്, അതോ? അത് പിന്നെ എന്ന് പറഞ്ഞ് പരുങ്ങുകയാണ് രാജാറാം. നേരം ദേഷ്യം വന്ന രവിചന്ദ്രവർമ്മൻ കാലുകൊണ്ട് രാജാറാമിനെ ആഞ്ഞു ചവിട്ടുകയാണ്. മുറ്റത്ത് വീണ രാജ്മോഹനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച ശേഷം രവിചന്ദ്രവർമ്മൻ പറയുകയാണ്, ആ നമ്പർ GDയുടേതാണ്. ഗൗരിദാസ് എന്ന നിന്റെ ബോസിന്റേത്. അതിലേക്ക് ഏറ്റവും കൂടുതൽ കോൾ വന്നത് നിന്റെ ഫോണിൽ നിന്നാണ്. സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയ വിവരം കമ്മീഷണറാണ് അറിയിച്ചത്. ഇവിടത്തെ നിന്റെ ചാരിന്റെ വേഷം കഴിഞ്ഞു. 3 അല്ല 300 സ്റ്റിച്ചിട്ടാലും തുന്നിക്കെട്ടാൻ കഴിയാത്ത വിധത്തിൽ ഇപ്പോൾ നിന്റെ തല ഞാൻ പൊളിക്കും. ഇനി പറയേ, ശ്രീലക്ഷ്മി എവിടെ? എനിക്കറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ രാജാറാം എന്ന് വിളിച്ച് രാജ്മോഹനെ രാജാറാമിന്റെ കൈകളിലേക്ക് തട്ടിയിടുകയാണ് രവിചന്ദ്രവർമ്മൻ. വിലങ്ങും വിലങ്ങും രാജ്മോഹനെ അടിക്കുകയാണ് രാജാറാം. പിന്നീട് കാണിക്കുന്നത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ശ്രീലക്ഷ്മിയെ എല്ലാവരും കൂടി ചേർന്ന് പിടിക്കുകയാണ്. എന്നിട്ട് ശ്രീലക്ഷ്മിയെ അടിക്കുകയാണ് അവർ. അടികൊണ്ട അവശനായ രാജ്മോഹന് നേരെ രാജാറാം തോക്ക് ചൂണ്ടുകയാണ്. രാജാറാം പറയുകയാണ്, പറയടാ, ചാവണോ ജീവിക്കണോ? ശ്രീലക്ഷ്മി എവിടെ? ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. ശ്രീലക്ഷ്മി മാഡത്തിനെ കിഡ്നാപ്പ് ചെയ്തത് 2 സ്ത്രീകളെ വെച്ചാണ്. അവരെങ്ങോട്ടാണ് ശ്രീലക്ഷ്മി മാഡത്തിനെ കൊണ്ടുപോകുന്നത് GDയോല് പോലും പറയണ്ട എന്നാണ് GD അവരോട് പറഞ്ഞത്. രവി സാർ 6 മണിക്ക് മുമ്പ് മീഡിയയ്ക്ക് മുൻപിൽ GD ആവശ്യപ്പെട്ട കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം അവർ ശ്രീലക്ഷ്മിയെ കൊല്ലും സാർ. അത് ഉറപ്പാണെന്ന് പറയുകയാണ് രാജ്മോഹൻ. അന്നേരം രവിചന്ദ്രവർമ്മന് GDയുടെ കോൾ വരികയാണ്. GD പറയുകയാണ്, എന്താ രവി ഇത്? നിനക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. നീ പ്രസ് മീറ്റിൽ പോണെന്ന് പറഞ്ഞിട്ട് എന്തോന്നാണ് ഈ ചെയ്തു കൂട്ടുന്നത്? നീ എന്താ ഇതുവരെ റെഡിയാകാത്തത്? രവിചന്ദ്രവർമ്മൻ ചോദിക്കുകയാണ്, GD, ശ്രീലക്ഷ്മി എവിടെ ഇപ്പോൾ? എവിടെയാണെന്ന് എന്നോട് ചോദിച്ചാൽ എവിടെയാണോ ശ്രീലക്ഷ്മി ഇപ്പോഴുള്ളത് അവിടെ തന്നെ കാണും. അതെവിടെയാണെന്ന് വീണ്ടും ചോദിച്ചാൽ സത്യമായിട്ടും എന്റെ കൂടെ അല്ലെന്നേ എനിക്ക് പറയാൻ പറ്റൂ. കള്ളം പറയരുത്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. സോറി, നീ ഉറക്കെ സംസാരിച്ച് വെറുതെ ശബ്ദം കളയുകയാണെങ്കിൽ ശ്രീലക്ഷ്മിയുടെ ഡെഡ് ബോഡി കണ്ട് കരയാൻ ശബ്ദം വേണ്ടേ നിനക്ക്? GD എന്ന് ഉറക്കെ വിളിക്കുകയാണ് രവിചന്ദ്രവർമ്മൻ. ചിരിച്ചുകൊണ്ട് GD പറയുകയാണ്, ദേ വീണ്ടും തുടങ്ങി. ഇത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണെങ്കിൽ ആ കുട്ടി ചത്തുപോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടും നിനക്കൊരു കുലുക്കവുമില്ലല്ലോ ഇതുവരെ. നേരം രാജാറാം പറയുകയാണ്, GD, നീ ഈ കാണിക്കുന്നതിന് ഇത്തവണ നിനക്ക് മാപ്പുണ്ടാകില്ല. ഓർത്തോ നീ? ആഹാ, നീ അവിടെ ഉണ്ടായിരുന്നോ? നിന്റെ വോയിസ് കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ ഇപ്പോൾ ഞാൻ. ഇടാ രാജാറാമേ, മരണത്തെ പലതവണ മുഖാമുഖം കണ്ടിട്ടുള്ളവനാണ് ഈ ഞാൻ. ഇനിയും ഞാൻ എന്റെ ജീവനിൽ പേടിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എല്ലാം വളരെ പ്ലാൻഡ് ആണ് ഞാൻ. രവിയെ ഒരു തവണ ജയിച്ചതിന്റെ അടുത്ത നിമിഷമേ ഞാൻ മരിക്കൂ. സന്തോഷമായിട്ട് എന്ന് പറയുകയാണ് GD, ശ്രീലക്ഷ്മിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. സോറി രവി, എനിക്കതിൽ ഒരു ഗ്യാരണ്ടിയും തരാൻ സാധിക്കില്ല. 6 മണിയാകുമ്പോൾ നീ മീഡിയയ്ക്ക് മുൻപിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് കുറ്റസമ്മതം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ശ്രീലക്ഷ്മിയെ നിനക്ക് ശവമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇവിടെ ന്യൂസ് ചാനൽ വെച്ച് കാത്തിരിക്കും. സമയം കളയാതെ നീ പോകാൻ നോക്ക്, വേഗമാകട്ടെ. ശ്രീലക്ഷ്മിയുടെ ജീവൻ ഇപ്പോൾ നിന്റെ കയ്യിലാണ്. 6 മണിക്ക് ന്യൂസ് അപ്ഡേറ്റ്സിൽ എനിക്ക് നിന്നെ കാണണം. ഓക്കെ, ബൈ എന്ന് പറയുകയാണ് GD. നിനക്കുള്ള ചികിത്സ എന്റെ വകയാണ്, നടക്കട അങ്ങോട്ടെന്നും പറഞ്ഞ് രാജ്മോഹനെയും കൂട്ടി പോവുകയാണ് രാജാറാം. വീണ്ടും ശ്രീലക്ഷ്മിയെ കൊണ്ടുപോയി കെട്ടിയിടുകയാണ് ആ ബ്യൂട്ടീഷ്യൻസ്. കസേരയിലെടുത്ത് കൈകൾ കൂട്ടിക്കെട്ടിയ ശേഷം ഷാൾ കൊണ്ട് മൂടിക്കെട്ടുകയാണ് അവർ.